ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ വീട്ടിൽ പ്രേതബാധയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ എണ്ണം കൂടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. വന്ന ചേട്ടനാണെങ്കിൽ അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക, അവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഇവരിട്ട് വട്ടം കറക്കിക്കൊണ്ടുവരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് തെളിഞ്ഞ് നിന്നാൽ ഇവിടെ പ്രേതമുണ്ട്, അവിടുത്തെ വെള്ളത്തിൽ വെട്ടം തെളിഞ്ഞ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ സച്ചി ഇടയ്ക്ക് കയറി ഓരോന്നൊക്കെ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിളക്ക് കൂടി അണഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ ഇവർ കത്തിക്കുന്ന വിളക്ക് അണഞ്ഞാൽ ഇവിടെ പ്രേതം ഉണ്ടെന്നാണ് അർത്ഥം എന്ന് അയാൾ എന്നാണോ അർത്ഥമെന്ന് സച്ചി ചോദിക്കുമ്പോൾ മിണ്ടരുത് എന്ന് അയാൾ പറഞ്ഞു സച്ചിയോട്. അപ്പോൾ സച്ചി ചോദിച്ചു, ഞാനൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾ കത്തിച്ച വിളക്ക് അതണഞ്ഞു പോയാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്. എടാ സച്ചി ഒന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു, സുധി ഉപദ്രവിക്കാതിരിക്കേ എന്നും പറഞ്ഞിരിക്കുമ്പം സംശയം ചോദിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി, അപ്പം നീ മിണ്ടായിരിക്കും മോനെ എന്ന് അച്ഛൻ പറഞ്ഞു. ആരും സംസാരിക്കരുതെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദം എന്ന് പറയാം. അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി അവിടെ നിന്ന് പതുക്കെ നൈസായിട്ട് അങ്ങ് പോയി. സച്ചി അങ്ങ് പോയി. ഇവരാരും അത് അറിഞ്ഞുമില്ല, കണ്ടുമില്ല കേട്ടോ. അപ്പോഴേക്കും ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും പെട്ടെന്ന് ഇരുട്ടായി, മൊത്തത്തിൽ ഇരുട്ടായി കഴിഞ്ഞപ്പോഴും ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയായി. എല്ലാ ലൈറ്റും അണഞ്ഞു, ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവരുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു ലൈറ്റ് അണഞ്ഞില്ല, ഈ ലൈറ്റ് മാത്രം അണഞ്ഞില്ല. സ്വാമിജി പറഞ്ഞതുപോലെ ഈ വീട്ടിൽ പ്രേതബാധയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ ദൈവമേ അത് കത്തുന്നുണ്ടല്ലോ എന്ന് അച്ഛൻ. പക്ഷേ സച്ചി പോയി ഇത് ഓഫാക്കിയതാണെന്ന് ആരും അറിയുന്നുമില്ല. എൻ്റെ പൊന്നെ നീ എന്നെ ചതിച്ചല്ലേടാ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദിനോട് ശ്രുതി ചോദിക്കുമ്പോൾ ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് ഇങ്ങനെ നിൽക്കുക. അയ്യോ അഡ്വാൻസ്, അയ്യോ പൈസ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ സച്ചി ഹലോ എന്ന് പറഞ്ഞ് പുറത്ത് നിന്നിട്ട് വിളിക്കാതെ, ഞാനാ ലൈറ്റ് ഓഫ് ചെയ്ത, ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താ. എടാ സുധി നീ എന്താണ് പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി ഇനി എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പരിഹാരം ഉണ്ടടാ, മെയിൻ സ്വിച്ചേ ഒന്ന് ഓൺ ആക്കിയാൽ മതി, പരിഹാരം ആവുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവനെല്ലാം തൊലച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയും കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശ്രുതി നീയും വിശ്വസിച്ചോ? എടി അവൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്താന്ന്. അപ്പോഴത്തേക്കും വർഷയ്ക്കും ശ്രീകാന്തിനും ചിരി വന്നു. ഇവരെന്തൊക്കെ ഈ കാട്ടിക്കൂട്ടണേ എന്ന് അച്ഛൻ അന്നേരം പറയാം. ഞാൻ അങ്ങോട്ട് വരാവേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മെയിൻ സ്വിച്ച് എന്ന് ഓഫ് ചെയ്തിട്ട് ഓഫാക്കിയത് ഓണാക്കിയിട്ട് അകത്തേക്ക് കയറുന്നു. നീ എന്നതാടായി കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുക. നീ സ്വാമിയോടാണോ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം. അപ്പോഴും അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ആ ബെസ്റ്റ് ഇയാൾ ഇതുവരെ കണ്ണു പറഞ്ഞില്ലേന്നും അണ്ണാ പോയി ഹലോ ലൈറ്റൊക്കെ വന്നു കണ്ണു പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇയാൾ വടിയായോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുമോ. അപ്പോൾ എടാ നീ എന്താ സ്വാമിജി കളിയാക്കാണോടാ എന്നൊക്കെ ചോദിച്ച് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു സച്ചിയോട്. ഞങ്ങളൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ എന്നൊക്കെ പറയുമ്പോൾ അതേന്ന് ശ്രുതിയും ഞങ്ങൾ ഈ വീട് വാങ്ങുന്നതിൽ നിനക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലല്ലേ. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടക്കുറവില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പരിപാടി എനിക്കിഷ്ടമായില്ല. അപ്പോൾ വെറുതെ ആളെ പറ്റിക്കുന്ന ഏർപ്പാട്, കണ്ണടച്ച് നിൽക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ സച്ചി വീട് വാങ്ങുന്നതിന് മുൻപ് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാറുണ്ടെന്നും അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണെന്നും ശ്രുതി പറഞ്ഞു. പാർലറാട്ടത്തി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അയാൾ കണ്ണ് തുറന്ന് സച്ചിയുടെ നേരം എന്നും പറഞ്ഞ് മൂളിക്കൊണ്ട് നോക്കി. സച്ചി ആ വിരൽ ചൂണ്ടി പിടിച്ചോണ്ട് അങ്ങനെ തന്നെ നിൽക്കുക. ഈ വീട്ടിൽ പ്രേതബാധയൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒന്ന് സമാധാനമായി ഇവർക്ക്. അപ്പോൾ ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞെന്ന് സച്ചി ചോദിക്കാം. അപ്പോൾ ചന്ദ്രയ്ക്ക് ആശ്വാസം. അതുകൊണ്ട് ഈ വീട് ധൈര്യമായി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് സന്തോഷമായില്ലേ എല്ലാവർക്കും എന്ന് ചോദിച്ചു. സന്തോഷമായി. അപ്പോൾ ഇനി എന്നാൽ ഞാനങ്ങ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ പേയ്മെൻറ്റ് നടത്താൻ പറഞ്ഞു ആനന്ദ്. പേയ്മെൻറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാശൊക്കെ കൊടുക്കുക. അപ്പോൾ എത്ര രൂപയാണ് സ്വാമിജി എന്ന് ചോദിക്കുമ്പോൾ 12,000 രൂപയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യോ 12,000 രൂപയോ, ഇത്രയും പൈസ എന്തിനാന്ന് ചോദിച്ചു. ഇതെൻ്റെ ഫീസാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രേതമൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഈ 12,000 രൂപ എന്നുള്ളത് കുറച്ചുകൂടെ എന്ന് ശ്രുതി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയാൽ രോഗമില്ലെന്ന് കണ്ടാൽ ഡോക്ടർ കേസ് കുറയ്ക്കുമോ അല്ലെങ്കിൽ ഫീസ് കുറയ്ക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. കൊള്ളാലോ മറുപടി എന്ന് സച്ചി. അല്ല 12,000 രൂപ കുറച്ച് കൂടുതലല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ അയാളോട് ചോദിക്കുമ്പോൾ ഇവിടെ പ്രേതം ഇല്ലാത്തത് കൊണ്ടല്ലേ കുറയ്ക്കാൻ പറയുന്നത്. അപ്പോൾ പ്രേതം ഉണ്ടെങ്കിൽ ഈ കാശ് തരുമല്ലോ, അപ്പോൾ അത് തന്നേനെ. പക്ഷെ ഇവിടെ പ്രേതം ഇല്ലല്ലോ. അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, പ്രേതത്തെ വിളിച്ചു വരുത്തി ഞാനിവിടെ ഇരുത്താം, എന്നിട്ട് നാളെ രാവിലെ കാശ് വാങ്ങിക്കാൻ വരാം, എന്താ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇയാൾ എന്താ പ്രേതത്തെ വീട്ടിൽ വളർത്തുവാണോ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പ്രേതത്തെ വിളിച്ച് വരുത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അയ്യോ വേണ്ട പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പൈസ കൊടുത്തു. സ്വാമി കാശ് മുഴുവൻ തന്നേക്കാം. അങ്ങനത്തെ ഈ ബാഗ് എടുത്തോണ്ട് പോണ വഴിക്കേ വല്ല പ്രേതത്തെ പിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനെ ആ വെട്ടമൊക്കെ എടുത്ത് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിടുവാണ്. ശ്രുതി ഇങ്ങനെ തലയ്ക്കും കൈയും കൊടുത്ത് തൊട്ടാ കാശാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവാണ്. ഇരുപ്പിന് 12,000 രൂപ കണ്ണിൽ കൂടെ പോയതെന്നൊക്കെ പറഞ്ഞ് സച്ചിയോടും എല്ലാവരോടുമായിട്ട് ശ്രുതി പറയണു.
നീ 1000 രൂപ എനിക്ക് തന്നിരുന്നെങ്കിൽ പെട്രോമാക്സ് അല്ല, നല്ല LED ട്യൂബ് ഞാനിവിടെ കത്തിച്ചേനെ, LED ട്യൂബ് നിനക്കറിയാവോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചേട്ടാ ഇങ്ങ് വന്ന സച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ചോദിക്കട്ടെ രേവതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് രേവതി കൊണ്ടുപോയി. തൊട്ടടുത്ത നിമിഷം രണ്ടുപേർ ആ വീട്ടിലേക്ക് കയറി വന്നു. അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഹായ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി എന്ന് വാതിൽ തുറക്കും കേട്ടോ. അപ്പോൾ ഇത് ദിവാകരൻ സാറ്, ഞങ്ങൾ ബാങ്കിൻ്റെ പുതിയ റീജിയണൽ മാനേജർമാരാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സാറിന് ഒരു ലോൺ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതേപ്പറ്റി സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ശ്രുതി ഇവർ ബാങ്കിൽ നിന്നാണ് സർ, ഞാൻ പറഞ്ഞ തുക കിട്ടില്ല, അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബാങ്കിൽ നിന്ന് വന്ന് ശ്രുതി ആണെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഡോക്യുമെൻറ്റ്സ് അവർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ആരാ ഇവരൊക്കെ ഇന്ന് സച്ചി ഇവരോട് വർഷയോടും ശ്രീകാന്തിനോടും ചോദിച്ചു. ബാങ്കിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞില്ലേ, അവരാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പറയണു. ഓ ഈ ലോണൊക്കെ ഇപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഒന്ന് മിണ്ടായിരിക്കും സച്ചേട്ടാ അന്ന് രേവതി. അവർ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. സാർ, ഈ വീടിൻ്റെയും താങ്കളുടെ ഷോറൂമിൻ്റെയും പ്രോപ്പർട്ടിയുടെയും വാല്യൂ വെച്ച് 2 കോടി രൂപയെ ലോൺ പാസ്സാക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ 2 കോടിയോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര, അല്ല സാർ ഞങ്ങൾക്ക് ഒരു 2,70,00,000 രൂപ വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഡോക്യുമെൻറ്റ്സ് വെച്ച് 2 കോടിയെ ഞങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ സാർ. ഈ വീടിനൊരു 5 കോടി വില മതിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ചോദിച്ച പൈസ കൊടുക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു രവിയേട്ടൻ. അപ്പോൾ ഞങ്ങൾക്ക് അതിന് പറ്റത്തില്ല സാർ, ബാങ്കിൻ്റേതായ പോളിസിയും കാര്യങ്ങളൊക്കെ ഇല്ലേ, സാങ്ഷൻ ആക്കാൻ പറ്റുന്ന ക്യാഷാണ് ഞാൻ പറഞ്ഞത്. 2 കോടിയിൽ കൂടുതൽ പറ്റില്ല എന്നും പറയുക. അപ്പോഴേക്കും ഇവർ മൊത്തത്തിൽ വല്ലാത്തൊരിതിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യും, പൈസ എന്ന് പറഞ്ഞ് നിൽക്കുക. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ എന്തായാലും എനിക്ക് ആ 2 കോടി വേണമെന്ന് ശ്രുതി പറഞ്ഞു. പിന്നെ ബാക്കി ക്യാഷ് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാമെന്നും ശ്രുതി പറയാം. ഞാൻ ഡോക്യുമെൻറ്റ്സുമായിട്ട് നാളെ എന്തായാലും ബാങ്കിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെയും പറഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ ഇവിടെ ഇരുന്ന് ആലോചന തുടങ്ങി. എൻ്റെ മോൻ വളർച്ച കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വന്ന് അവിടെ ഇരിക്കുക. ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ എത്ര ലോൺ കിട്ടുമെന്ന് നോക്കിയിട്ടാണോ ഒരാളുടെ വളർച്ച നിശ്ചയിക്കുന്നത് ചന്ദ്രയെന്ന് രവിയേട്ടൻ അന്നേരം ചോദിക്കണം. സച്ചിക്കും രവിക്കും ചിരി വന്നിട്ട് പാടില്ല. ലോൺ എടുത്ത ശേഷം അവർ വീട്ടിലേക്ക് വരുമ്പോൾ അറിയാം ഇതുപോലെ ചിരിച്ചുകൊണ്ടാവില്ല അവർ വരുന്നതെന്ന് വർഷ പറയാണ്. അവൻ കൃത്യസമയത്ത് തന്നെ തിരിച്ചടയ്ക്കുകയും ചെയ്യും. ആരും ഇവിടേക്ക് വരില്ല. കാണാവുന്ന സച്ചി, കാണാം എന്ന് പറഞ്ഞ് ചന്ദ്ര സച്ചിയെ വെല്ലുവിളിക്കാം. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ആലോചിക്കാം. സുധി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവർ നമുക്ക് 2 കോടി തരാമെന്ന് പറഞ്ഞു, ബാക്കി 70 ലക്ഷത്തിന് നമ്മളിപ്പോൾ എന്നാ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പം എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എന്ത് ഐഡിയ ആണെന്ന് ചോദിച്ചേ. അങ്ങനെ ശ്രുതി എന്നിട്ട് ശ്രുതിയുടെ ചെവിയിൽ പറയാം. അപ്പോൾ നീ എന്ത് പറയുന്നു? അത് കൊള്ളാം, നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞു. വേറെ വഴിയൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ, ചോദിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് 2 എണ്ണങ്ങളോട് അകത്തേക്ക് ചെല്ലുക. ശ്രുതി നീ ഇവിടെ വന്നിരുന്നേ, ഇത് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നു. എന്നിട്ട് വലിയ ആൾ കളിച്ചിരുന്നിങ്ങനെ. എനിക്ക് അച്ഛനോടും അമ്മയോടും മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, മറ്റുള്ളവരൊക്കെ ഇവിടെ നിന്ന് പോയി തന്നാൽ കൊള്ളാം എന്ന് പറയുമ്പം ശ്രുതി, ഇവരാരും എന്നേരൊന്നും അല്ലല്ലോ, നമ്മളൊരു കുടുംബമല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു. ഞങ്ങളോട് പറയുന്നത് അവർ കേട്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോൾ ഉടായിപ്പാണെന്ന് സച്ചിക്ക് മനസ്സിലായി. നീ കാര്യം പറയാൻ പറഞ്ഞു. അപ്പം അത് പിന്നെ അച്ഛാ ബാങ്ക് മാനേജർ പറഞ്ഞിട്ട് പോയത് അച്ഛൻ കേട്ടല്ലോ, 2 കോടിയെ അവർ ലോൺ തരത്തുള്ളെന്ന്. ഇനിയും വേണോ അച്ഛാ 70 ലക്ഷം രൂപ? അത് മനസ്സിലായി, അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അച്ഛൻ ചോദിച്ചു. അത് പിന്നെ അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക, സഹായിക്കണോ, ഏത് രീതിയിൽ? അപ്പോൾ ഞാൻ എങ്ങനെയാടാ സഹായിക്കാമെന്ന് അച്ഛൻ ചോദിച്ചു. എൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ കയ്യിലുള്ള കാശ് എടുത്തിട്ടല്ലേടാ ഓടിപ്പോയെന്ന് ചോദിച്ചു സച്ചി. നീ ചുമ്മാ ഉണ്ടായിരുന്നേ, ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. നീ പറയാൻ പറഞ്ഞു. അച്ഛാ അത് പിന്നെ നമ്മുടെ കുടുംബസ്വത്തിൽ മൂത്ത മകൻ എന്നുള്ളൊരു നിലയിൽ എനിക്കൊരു ഷെയർ ഉണ്ടല്ലോ. ആ ഷെയർ എനിക്കിങ്ങ് തന്നിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ വീട് അങ്ങ് വാങ്ങാമായിരുന്നു എന്ന് ശ്രുതി പറയുന്നു. ഇത് കേട്ടപ്പോൾ ചന്ദ്രയും അച്ഛനും അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കി നിൽക്കുക. ഉള്ളത് മുഴുവൻ കൊണ്ടുപോയിട്ട് ഇനി ഷെയറും കൂടെ വേണമെന്ന്. അല്ല, വീട് സ്ഥലവും വിറ്റ് കിട്ടുന്ന സ്ഥലത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ഷെയർ മാത്രം അങ്ങ് തന്നാൽ മതി എന്നീ ശ്രുതി പറയണേ. അത് കേട്ടപ്പോൾ സച്ചിക്ക് അങ്ങ് കലി കയറിയില്ലേ. ശ്രീകാന്തും വർഷയും വായും പൊളിച്ച് നോക്കി നിൽക്കുക. വീട് വിൽക്കാനോ എന്ന് ചോദിച്ചങ്ങ് ചെന്നു ശ്രീകാന്ത്. ഏട്ടനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾക്കും കിട്ടും നിങ്ങളുടേതായ ഷെയർ, ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോന്ന് ചോദിച്ചു. അപ്പം അച്ഛാ ഇങ്ങനെ ചെയ്താൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും, ഒന്ന് ഹെൽപ്പ് ചെയ്യച്ചാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. നമ്മളെല്ലാവരും കൂടെ ആ വീട്ടിൽ ഒരുമിച്ചല്ലേടാ താമസിക്കുന്നത്, നിനക്ക് ഒരുത്തന് വേണ്ടിയിട്ട് ഈ വീട് വാങ്ങിക്കാൻ വേണ്ടി ആ വീട് വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അയ്യോ അച്ഛാ, അവർക്ക് അവരുടേതായ ഷെയറുകൾ കൊടുക്കണം, അപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. ഷെയർ കിട്ടിയ ശ്രീകാന്തിന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം, പിന്നെ സച്ചിക്ക് വേണമെങ്കിൽ ഒരു വലിയ ട്രാവൽ ഏജൻസിയും തുടങ്ങാമല്ലോ.
ഓഹോ, എന്താ അവന് സ്നേഹം, എന്താ അവൻ എന്നോടുള്ള സ്നേഹം, നമ്മൾ അനിയന്മാരോടുള്ള ഏട്ടൻ്റെ സ്നേഹം കണ്ട ശ്രീകാന്തേ, ഇപ്പോൾ സ്വന്തം കാര്യം നടക്കണമല്ലോ ഏട്ടാ, അതിന് വേണ്ടിയിട്ടാണെന്ന് ശ്രീകാന്ത് അന്നേരം അവിടെ വെച്ച് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്വത്ത് വിറ്റ കാശ് വാങ്ങി വലിയ ആളാവേണ്ട ആവശ്യമൊന്നും സച്ചേട്ടനില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു. അദ്ദേഹത്തിന് നേടേണ്ടത് അദ്ദേഹം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലും നേടിക്കോളൂ എന്നും രേവതി. അപ്പോൾ രേവതി, ഞങ്ങളും ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ഈ വീട് വാങ്ങുന്നതെന്ന് പറയുമ്പം പിന്നെ എന്തിനാ ഇവൻ അച്ഛനോട് കാശ് കൊടുക്കാൻ പറഞ്ഞു, വീട് വിറ്റ് കാശ് കൊടുക്കാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ശ്രുതിയോട് സച്ചി ചോദിക്കുക. ചന്ദ്രൻ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ആ വീട് വിൽക്കാൻ പറ്റത്തില്ല എന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ അത് നീയല്ല പറയേണ്ടത് അച്ഛാ, അപ്പോൾ വീട് വിൽക്കാൻ പറ്റത്തില്ല എന്ന് ഒപ്പം തന്നെ അച്ഛനും അങ്ങ് പറഞ്ഞു. ശ്രുതി അയ്യേ ചമ്മിപ്പോയി. സച്ചിക്ക് ആശ്വാസമായി. ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കുക ചന്ദ്ര. നിങ്ങളുടെ അമ്മയ്ക്ക് അവളുടെ അച്ഛൻ എഴുതി കൊടുത്ത വീടാ അത്. അവളത് വിറ്റു തുലയ്ക്കുമെന്നുള്ളൊരു പേടി കാരണം അദ്ദേഹം അത് എൻ്റെ പേരിൽ കൂടി ചേർത്ത് എഴുതിയതാണെന്ന കാര്യം പറയുകയാണ്. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും കേട്ടോ. ഒന്നും മിണ്ടാതിരുന്ന് ആലോചിക്കുന്നു. അച്ഛാ, അത് പിന്നെ ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഇനി ഒരു 70 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിലേ എനിക്ക് വീട് വാങ്ങിക്കാൻ പറ്റൂ എന്നും നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിരിക്കുന്ന നിന്റെ അമ്മ ഈ വിഷയത്തിലൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടോ നീ? അതെന്തുകൊണ്ടാണ് എന്ന് അച്ഛൻ അമ്മയെപ്പറ്റി പറയുന്നു. അമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുനിച്ചിങ്ങനെ ഇരിക്കും അവിടെ. ആർക്കും ഒന്നും പറയാനില്ല. അപ്പം ചന്ദ്രയുടെ തീരുമാനം എന്താണെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമ്മ എന്തൊന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ചിരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുക ചന്ദ്രയോട്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ അമ്മയുടെ അഭിപ്രായം എന്ന് ചോദിക്കും. അമ്മ ശ്രുതിയെ ഒന്ന് നോക്കി. അമ്മ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യില്ലേ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കും കേട്ടോ. അപ്പം എല്ലാവരും ചന്ദ്രയിലേക്ക് ഉറ്റു നോക്കുക. എന്താണ് ആ പൂതന പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം സച്ചി, എടാ ഇതിന് വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? എന്തിനാണ് ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കുന്നത്? എൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ സച്ചി ചോദിച്ചു. അച്ഛാ, എപ്പോഴാണെങ്കിലും എല്ലാവർക്കും ഷെയറൊക്കെ കൊടുക്കേണ്ടതല്ലേ, അത് കുറച്ച് നേരത്തെ ആയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. വീട് വിറ്റപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു ശ്രീകാന്ത്. എടാ, നീ കാശുണ്ടാക്കി വീട് വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ വാങ്ങിക്കാം. ആ വീട് വിറ്റ് അച്ഛനും അമ്മയും അവിടെ പോകുമെന്ന് ചോദിച്ചു. നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുവാടാ? അപ്പം 4 ദിവസം നീയൊക്കെ നന്നായിട്ട് നോക്കും. 5-ാമത്തെ ദിവസം തൊട്ടേ അച്ഛാ പാല് വാങ്ങിച്ചോണ്ട് വാ, മീൻ വാങ്ങിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് വേലക്കാരനാക്കില്ലടാ നീ എന്ന് ചോദിച്ചു. അയ്യോ അല്ല അച്ഛ, ഇല്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ആദ്യം മനസ്സിലാക്കി ചന്ദ്ര ഇരിക്കുന്ന മകന് കൊടുക്കാൻ. അച്ഛാ, ഇന്നത്തെ കാലത്ത് പലരും അച്ഛനമ്മമാരെ കൂടെ നിർത്തുന്നതേ അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കരുത്. വീട്ടിലെ ജോലി ചെയ്യാനും മക്കളെ നോക്കാനും അവർക്ക് ആളെ വേണം, അതിന് വേണ്ടിയിട്ടാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചി അവതരിപ്പിക്കുക. ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് അച്ഛനറിയാമല്ലോ. അച്ഛനെയും അതുപോലെ ഇവൻ ആക്കി കളയും. എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തലയും വെട്ടിച്ച്. അച്ഛാ, സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്ന ബഹുമാനം മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്നും അതിപ്പോൾ സ്വന്തം മക്കളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും എന്ന് രേവതി പറഞ്ഞു. രേവതി, ഇത് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ കുടുംബക്കാരാണ്, നീ എന്തിനാ അതിനിടയിൽ കയറി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി രേവതിയോട് ശ്രുതി. എടാ, ഇത് എൻ്റെ ഭാര്യ, അത് ആ വീട്ടിലെ മരുമകളാ, അവൾക്കും പറയാനുള്ള അവകാശമുണ്ട്, അധികാരം ഉണ്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. എടാ, നിനക്കൊക്കെ അസൂയാണെടാ, അസൂയ എന്ന് പറഞ്ഞ് ശ്രുതി ചെന്നു. അപ്പോൾ എന്താ അസൂയാടാന്ന് ചോദിച്ചു സച്ചി. താമസിക്കുന്ന വീട് വിൽക്കാൻ പറഞ്ഞു. പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലെന്ന് ചോദിച്ചു ശ്രീകാന്ത്. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വീട് വാങ്ങുന്നതിൽ നിങ്ങൾക്ക് 2 പേർക്കും അസൂയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറയാം. വീട് വാങ്ങുന്നതേ ഇല്ലാതാക്കാൻ നോക്കല്ലടാ 2 പേരും കൂടി എന്ന് ചോദിച്ചപ്പം വല്ല മൈസൂർ കൊട്ടാരല്ലേ വാങ്ങിക്കുന്നത്? അതെടാ, എനിക്കിത് മൈസൂർ കൊട്ടാരം തന്നെയാണെന്ന് ശ്രുതി. പോടാന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയുടെ അച്ഛനോടും ശ്രുതി കാശ് ചോദിക്കുന്നു. സച്ചി മാത്രമാണ് അച്ഛൻ്റെ മോൻ, എന്തിനാ സച്ചി ഇങ്ങനെ കുറുകെ നിൽക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുക. അച്ഛൻ അന്നേരം ഒന്നും മിണ്ടുന്നില്ല. അവർക്ക് 2 പേർക്കും അതേ അവകാശമുണ്ട്, അവർ സംസാരിക്കുമെന്ന് രേവതി അന്നേരം പറഞ്ഞു ശ്രുതിയോട്. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും സ്വത്ത് വയ്ക്കാൻ പറ്റത്തില്ല എന്നും ആ വീട് നിനക്ക് സ്വന്തമാക്കണം, അതിനല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി സച്ചോടി ചോദിച്ചു. സച്ചി കയറി കുത്തിനെ അങ്ങ് പിടിച്ചില്ലേ, എന്ത് തെണ്ടിത്തരാടാ നീ പറഞ്ഞെന്ന് ചോദിച്ചു. പിന്നെ ഉന്തായി പിടിയായി വലിയായി. അപ്പോൾ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കൂടെ ആ വീടങ്ങ് സ്വന്തമാക്കണം, അതിന് വേണ്ടിയിട്ടല്ലടാ നീ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. അത് ഞാൻ സമ്മതിക്കില്ലടാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ്. അപ്പോൾ ആ സമയത്ത് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ആ വീട് സ്വന്തമാക്കിയിട്ട് ഇവനും എൻ്റെ ഭാര്യയ്ക്കും കൂടെ സുഖിച്ചങ്ങ് ജീവിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു ഉന്തനായി തള്ളായി. അപ്പോഴത്തേക്ക് നിർത്താൻ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു നിർത്താൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീയൊക്കെ എന്നാടാ ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്, ഇതിന് വേണ്ടിയിട്ടാണോ നീയൊക്കെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അച്ഛാ, അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് സച്ചി ചോദിക്കാം. അന്നേരം അച്ഛാ, ഞാൻ പറഞ്ഞതിൽ എന്താ അച്ഛാ തെറ്റാ? പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അവൻ ഇടങ്കോലിടുമല്ലോ. അന്നേരം ശ്രുതി, അവൻ്റെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല, സച്ചി അങ്ങനെ ഒരാളല്ല എന്ന് അച്ഛൻ അന്നേരം പറഞ്ഞു. ഈ വീട് വിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു, അതേ അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങളുടെ അമ്മയ്ക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് രവിയേട്ടൻ പറയുമ്പം, അമ്മേ പ്രസ്തുതി, എനിക്ക് ആകെയുള്ളത് ആ വീട് മാത്രമാണെന്നും അമ്മ പറയണു. അപ്പം അമ്മ, ഈ വീട് ഞാൻ വാങ്ങിച്ച ഇത് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ വീടല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കും കേട്ടോ. അത് നിങ്ങളുടെ വീടാകുമ്പോൾ പിന്നെ എന്താ കുഴപ്പം? അപ്പോൾ ആൻറ്റി നമ്മളെല്ലാവരും അങ്കിളിൻ്റെ കൂടെ ആ വീട്ടിൽ താമസിക്കണമെന്നാണ് അങ്കിൾ ആഗ്രഹിക്കുന്നതെന്ന് വർഷ അന്നേരം അവിടെ വെച്ച് ന്യായമായ കാര്യം പറഞ്ഞു.
ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, ശ്രുതിക്ക് അത് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴത്തേക്കും ശ്രുതി, ഞങ്ങൾ ഈ വീട് വാങ്ങിക്കാൻ തീരുമാനിച്ചല്ലോ, 30 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു, ബാക്കി തുക കൊടുത്തില്ലെങ്കിൽ ആ 30 ലക്ഷം രൂപ കൂടി പോകുമെന്ന് പറയാണ്, അതും എന്നെ തിരിച്ച് കിട്ടില്ല എന്നും പറയാം. അതുകൊണ്ടാണ് ശ്രുതി സ്വത്തിൻ്റെ ഷെയർ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുമ്പം, നിങ്ങൾക്കന്ന് കട തുടങ്ങാനായിട്ട് നിൻ്റെ അച്ഛനല്ലേ കാശ് കൊടുത്തത്, കാശ് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞു, ദേ കിടക്കുന്നു. ശ്രുതി മോള് പെട്ടുവല്ലേ, ന്യായം പറയാൻ വന്നതായിരുന്നു. അങ്ങനെ ഒരു ഹോപ്പ് കിടപ്പുണ്ടല്ലോ. മലേഷ്യയിലെന്തോ വലിയ കോടീശ്വരനാണെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്. വീട് ഇവന് വേണ്ടി മാത്രമല്ലല്ലോ, നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ നിൻ്റെ കാശ് എൻ്റെ അച്ഛനോട് പോയി ചോദിക്കാൻ പറഞ്ഞു സച്ചി ശ്രുതിയോട്. ശ്രുതി കിടന്നു ഒരുക്കാൻ തുടങ്ങി. പണിപാളി. അന്നേരം ശരിയാണല്ലോ എന്ന് ചന്ദ്രമതിയും പറഞ്ഞു. എന്തിനാ ഇങ്ങനെ എല്ലാവരും കൂടെ ബഹളം വെക്കുന്നേ? ശ്രുതി, നീ നിൻ്റെ അച്ഛനോട് പോയി കാശ് ചോദിക്കുക, അദ്ദേഹം തരും. അത് പിന്നെ എൻ്റെയും അച്ഛൻ ജയിലിലല്ലേ, അപ്പോൾ എങ്ങനെയാ കാശൊക്കെ തരാൻ പറ്റുക? അച്ഛൻ മാത്രമല്ലേ ജയിലിലുള്ളൂ, സ്വത്തും പണമൊക്കെ പുറത്തല്ലേ ഉള്ളതെന്ന് സച്ചി ചോദിക്കും കേട്ടോ. അന്നേരം അത് അച്ഛൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു എന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നതല്ലേ. ഓഹോ, അക്കൗണ്ട് മരവിപ്പിച്ചെങ്കിൽ അന്ന് കട തുടങ്ങാനായിട്ട് 50 ലക്ഷം രൂപ എങ്ങനെ അയച്ചു കൊടുത്തത്? ഇളയച്ചൻ വഴി അയച്ചതല്ലേ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അന്നേരത്തേക്കും ശ്രുതിക്ക് ഉത്തരം മുട്ടി. ശ്രുതി, ഞാൻ നിൻ്റെ ഇളയച്ചനെ വിളിച്ച് കാര്യം പറയട്ടെ. അങ്ങനെ ചെയ്യാം, എന്തായാലും എൻ്റെ വീട് വിൽക്കാൻ പറ്റത്തില്ല എന്ന് ചന്ദ്രമതിയും പറഞ്ഞു. അങ്ങനെ ചന്ദ്രൻ തീരുമാനം എടുത്തു, ശ്രുതിയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്, നീ വിളിച്ച ഇളയച്ചനോട് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക ഇവരെല്ലാവരും. അപ്പം നീ കേട്ടില്ലേ ഇവൻ്റെയൊക്കെ സംസാരം? അങ്ങനെ ഇവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ശ്രുതി, നമുക്ക് ഈ വീട് വാങ്ങിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് നീ ഇളയച്ചനെ വിളിക്കാനും സച്ചി ശ്രുതിയോട് പറയാതെ കിടക്കണം. ശ്രുതി മോൾ അവിടെ കിടന്ന് ഇങ്ങനെ വട്ടക്കൊട്ട വെള്ളം കോരിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. വിളിക്കുന്നു പറഞ്ഞു. ഹോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഫോൺ എടുത്ത് മാറി നിന്ന് ഇങ്ങനെ വിളിക്കാം. മീരയാണ് വിളിക്കുന്നത്. ഹലോ ഇളയച്ച, അങ്കിളെ ഞാൻ ശ്രുതിയാണ് വിളിക്കുന്നത്. അങ്കിളോ? അതെ, എനിക്ക് സുഖം തന്നെയാ. അല്ല, അങ്കിളിന് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പതുക്കെ രേവതി ശ്രുതിയുടെ അരികിലേക്ക് വന്നു. ഓ, എവിടെ ലോക്കായി കിടക്കുകയാണല്ലേ എന്ന് മീര അന്നേരം ചോദിച്ചു. രേവതി ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുന്നു. സച്ചിയും ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ഇവളുടെ ഓരോ ആറ്റിറ്റ്യൂഡും ഇവളുടെ ആ ഒരു ചലനങ്ങളൊക്കെ. എന്തായാലും അധികം താമസിക്കാതെ ആ കള്ളക്കളി അവർ പൊളിച്ചോളും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താട്ടോ. എല്ലാവർക്കും ടാറ്റാ.